കുമളി വെള്ളാരംകുന്ന് ടൗണിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ടൗണിൽ ലഘുലേഖ വിതരണം, ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിച്ചു. വെള്ളാരംകുന്ന് ടൗണിലും പരിസരങ്ങളിലും പൂർണ്ണമായി ലഹരി ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. ഇതിന്റെ ഭാഗമായി വെള്ളാരംകുന്നിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഓരോ വ്യാപാര സ്ഥാപനങ്ങൾ കയറി പ്രത്യേകമായി തയ്യാറാക്കിയ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഇതിനു പുറമെ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. വ്യാപാരികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, പൊതുപ്രവർത്തകർ എന്നിവരെല്ലാം ക്യാമ്പയിന്റെ ഭാഗമായി. സ്കൂൾ പ്രിൻസിപ്പൽ ബെർലി മാത്യൂസ് അധ്യക്ഷത വഹിച്ച യോഗം സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വെള്ളാരംകുന്ന് സെന്റ് മേരീസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ കടകളിലും ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ഒരു ലീഫ്ലെറ്റ് നൽകിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. കുമളി പോലീസ് സ്റ്റേഷന്റെയും എക്സൈസിന്റെയും അതുപോലെ വാർഡ് മെമ്പർമാരുടെയും PTA-യുടെയും സ്കൂളിന്റെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടിയാണ് ഇത് നടത്തുന്നത്. ഇതിലെല്ലാവരും പങ്കാളികളാകണമെന്ന് സ്നേഹപൂർവ്വം അനുസ്മരിപ്പിക്കുന്നു. ഹെഡ് മിസ്റ്റേഴ്സ് ദീപാസരിയെ, PTA പ്രസിഡന്റ് റോബിൻ കാരയ്ക്കൽ, വൈസ് പ്രസിഡന്റ് ജോർജ് കണിപ്പറമ്പിൽ, കുമളി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് അൻസാർ, സിവിൽ പോലീസ് ഓഫീസർ രമേശൻ, എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ, വ്യാപാരി വ്യവസായ വെള്ളാരംകുന്ന് യൂണിറ്റ് പ്രസിഡന്റ് റജി, ഫാദർ ബെനോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, NSS, NCC എന്നീ സംഘടനകളും പോലീസ്, എക്സൈസ് വകുപ്പുകളും PTA-യുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇതിനു പുറമെ സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് കായികാധ്യാപകൻ ഫ്രാൻസിന്റെ നേതൃത്വം നടത്തിയ ലോകകപ്പ് പ്രവചന മത്സര വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. ഇടുക്കി വിഷൻ, കുമളി.